ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്തെന്ന് വെച്ചാൽ എല്ലാവരും വാട്സപ്പ് മെസ്സഞ്ചർ ഉപയോഗിക്കുന്നതാണ്, വേൾഡിൽ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അതിലെ സ്റ്റാറ്റസിൽ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ കുറേ ടിപ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണണം. അറിയുന്നതാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിലെ മുഴുവൻ ട്രിക്സുകളും വാട്സപ്പ് സ്റ്റാറ്റസ് എങ്ങനെ ഭംഗിയാക്കാം, എങ്ങനെ മറ്റുള്ളവരെക്കാൾ നല്ല രീതിയിലാക്കാം എന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വീഡിയോ എന്താണ്? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ടെക്സ്റ്റ് 3D എഫക്റ്റ് കിട്ടുന്നതിനാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെ നമുക്ക് ഈ വാട്സപ്പ് സ്റ്റാറ്റസിൽ തന്നെ ടെക്സ്റ്റ് 3D എഫക്റ്റ് ലഭിക്കുന്നത്. അതിനായി ആദ്യം തന്നെ ആ ക്യാമറയുടെ ലൈറ്റിനുള്ള പ്രസ് ചെയ്യുക. എന്നിട്ടൊരു ഇമേജ് സെലക്ട് ചെയ്യുക. ഞാൻ അപ്പോൾ എൻ്റെ ഒരു പിക്ചർ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഇതിനായി ആദ്യം ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റിൽ എന്തെങ്കിലും എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്ത്, ഞാൻ അപ്പോൾ ഒരു വൈറ്റാണ് സെലക്ട് ചെയ്തത്. എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് അത് വെക്കുക. എന്നിട്ട് ഈ ടെക്സ്റ്റ് തന്നെ ഒന്ന് കോപ്പി ചെയ്തെടുക്കേണ്ട ഒരു ഓപ്ഷനുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി, എന്നിട്ട് ഒന്നും കൂടി ആ ടെക്സ്റ്റ് എടുത്തിട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. അതൊരു ബ്ലാക്കോ അല്ലെങ്കിൽ ഒരു ഇളം കളറായിട്ട് വരണം. അപ്പോൾ ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. ഇനി ആദ്യമേ അങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത്. റെഡിയായിട്ട് വരണം. യെസ്, ഇപ്പോൾ നല്ലൊരു എഫക്റ്റ് കിട്ടുന്നുണ്ടെന്ന് ലഭിക്കും. ഇപ്പോൾ നല്ലൊരു എഫക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ഒരു ഷേഡൊക്കെ വെള്ളമായിരുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് നോക്കാം. നെക്സ്റ്റ് അതിനായി ഇത് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ട്രിക്ക് എന്തെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. നമുക്ക് ഈ സ്റ്റാറ്റസിൽ ഫോണ്ട് മാറ്റാൻ സാധിക്കുമെന്നതാണ് പുതിയ അപ്ഡേറ്റ്. നമുക്കത് സാധിക്കുമെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ എൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോയിൽ ഞാൻ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതാണ്. കാരണം ആ പേര് തന്നെ. ഇത് കോപ്പി ചെയ്തിട്ടൊന്നുമില്ല. ഇത് നോക്കുന്നു. ഇനി ടെക്സ്റ്റ് തൊട്ടതിന് ശേഷം ഈ കളർ ഈ ഡയഗ്രാമത്തിൽ നിന്നും വലതിൽ നിന്നും ഇടത്തോട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരും. മാറുന്നത് കാണില്ലേ? ഓരോ ടെക്സ്റ്റ് നമുക്ക് അങ്ങനെ മാറ്റാൻ സാധിക്കുന്നതാണ്. അവിടേക്ക് വെക്കുന്നതനുസരിച്ച് ഇവിടുന്ന് വലിച്ചു കൊണ്ടുവന്നാലോ. ഇപ്പോൾ വേറായി. ഇതൊക്കെ നമുക്ക് പുതിയ ഫീച്ചർ തന്നെയാണെന്ന് പറയാം. അപ്പോൾ ഇത് സെൻഡ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസിൽ എങ്ങനെ ലൊക്കേഷൻ ആഡ് ചെയ്യാവുന്നതാണ്. അതിനായി നമ്മൾ ആദ്യം ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ക്ലിയറില്ലാത്ത ഫോട്ടോ ആണ് അത് സെലക്ട് ചെയ്തിട്ട് അതിൽ ഇമോജി എന്നൊരു ഐക്കൺ എടുക്കുക. അതിൽ മൂന്നാമത്തെ ലൊക്കേഷൻ്റെ ഐക്കണുണ്ട്, അത് സെലക്ട് ചെയ്യുക. ഒന്ന് റീഫ്രഷ് ആക്കി നമ്മൾ അടിച്ചു കൊടുത്ത ഇതൊക്കെ കാണാം. അടിച്ചു കൊടുത്ത ലൊക്കേഷനുകളൊക്കെ കാണാം. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തു, ഇതിവിടെ വെച്ചു.
ഇനി നമുക്കിത് വർക്കൗട്ടാണെന്ന് നോക്കണ്ടേ. ഈ വാട്സപ്പിലൂടെ സ്റ്റാറ്റസിൽ നമുക്ക് ലൊക്കേഷൻ വെച്ചാൽ വർക്കൗട്ടാണെന്ന് ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് അതിനായി നമുക്കൊന്ന് സെൻഡ് ചെയ്തതിന് ശേഷം നോക്കാം. ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുന്നു, സി ലൊക്കേഷൻ എന്നില്ല ടിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് നേരം ലോഡ് ഇതിന് ശേഷം നമുക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മളെ ലൊക്കേഷൻ ലഭിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് വാട്സപ്പിലൂടെയും വാട്സപ്പ് സ്റ്റാറ്റസിലായിട്ടും നമുക്ക് ഈ ലൊക്കേഷനൊക്കെ സെൻഡ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് സ്റ്റാറ്റസിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് എത്തണം എന്നൊക്കെ ഒരു ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വാട്സപ്പ് സ്റ്റാറ്റസിൽ വെക്കാവുന്നതാണ്. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഫ്യൂച്ചർ എന്തെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തരും സ്റ്റാറ്റസ് ഉണ്ടാകും. അതൊക്കെ നമുക്ക് ചിലപ്പോൾ കാണണ്ടായിരുന്നുണ്ടാവും, അതൊക്കെ നമുക്ക് തീരെ കാണണ്ടായിരുന്നുണ്ടാവും. അങ്ങനത്തെ വേണ്ടവർ ഒന്നിങ്ങനെ അമർത്തി പ്രസ് ചെയ്യുക, എന്നിട്ട് മ്യൂട്ട് എന്ന് സെലക്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് അവരുടെയൊന്നും കാണാൻ സാധിക്കില്ല. മ്യൂട്ട് അപ്ഡേറ്റ്സിലുണ്ടാകും അവരൊക്കെ. അത് ഇനി അവർക്ക് അത് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെയും അത് ആക്കാവുന്നതാണ്, അൺമ്യൂട്ടാക്കാം. അപ്പോൾ ഇത് നല്ലൊരു ഫ്യൂച്ചർ തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിലും നമുക്ക് ഫോണ്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതാക്കുക, എന്നിട്ട് നമുക്ക് ഇമോജിയും എല്ലാം കൊടുക്കാവുന്നതാണ്. നമുക്കിപ്പം ടെക്സ്റ്റ് മാറ്റാൻ പറ്റുന്നതാണ്. ഒരു 4-5 ടെക്സ്റ്റേ ഉള്ളൂ, ഫോണ്ടേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ നെക്കി കൊടുത്ത ബാക്ക്ഗ്രൗണ്ടും മാറാവുന്നതാണ്. അപ്പോൾ അത് സെൻഡ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലവരൊക്കെ വിചാരിക്കും സ്റ്റാറ്റസ് പാട്ട് വെക്കാൻ കഴിയുമോ എന്നൊക്കെ. അത് സ്റ്റാറ്റസിൽ വല്ല ആപ്പും ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ ചിലവരൊക്കെ വിചാരിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് ഇന്ന് നോക്കാം. അതിനായി ആദ്യം തന്നെ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ മുമ്പിട്ടൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിക്കും, ചിലവരൊക്കെ പാട്ട് മാത്രമാക്കി ഇടാറുണ്ട്. പാട്ട് മാത്രമൊന്നുമല്ല, അതിന് ആപ്പൊക്കെ ഉപയോഗിക്കാറുണ്ടോയെന്ന് എല്ലാവരുടെ ഒരു ഡൗട്ടായിരിക്കും. അതിന് ആപ്പൊന്നുമില്ല. അത് ഇവരൊക്കെ എങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾ ഇഷ്ടമുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് ആ വീഡിയോയിൽ അമർത്തി പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ആ വീഡിയോയുടെ പാട്ട് ലഭിക്കുന്നതുമാണ്. ആ വീഡിയോയിലുള്ളത് കാണാൻ സാധിക്കുകയില്ല. അങ്ങനെ ഏത് വീഡിയോയിലെയും നമ്മൾ പാട്ട് ഒറ്റപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സ്റ്റാറ്റസിലേക്ക് ഇടാൻ സാധിക്കുന്നതാണ്. എന്നിട്ടൊരു ഇമോജോ ടെക്സ്റ്റോ എന്തെങ്കിലും കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇടുമ്പോൾ നമുക്ക് നോക്കാം ആ പാട്ട് കിട്ടുന്നുണ്ട്, നല്ല ബാക്ക്ഗ്രൗണ്ട് ലഭിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ട്രിക്ക് എന്തെന്ന് വെച്ചാൽ ഈ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് നമുക്ക് അവരെ അറിയാതെ എങ്ങനെ കാണാവുന്നതാണ്. പലരും വീഡിയോ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അവരുടെ സ്റ്റാറ്റസ് നമുക്ക് കാണാം, അവർക്ക് നമ്മൾ കണ്ടില്ല എന്നൊരു നിഗമനത്തിലായിരിക്കും. അതിനായി ആദ്യം തന്നെ ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സ് ഓഫ് ചെയ്യുക, അക്കൗണ്ട്, പ്രൈവസി എന്ന് സെലക്ട് ചെയ്യുക. ഈ റീഡ് റെസിപ്റ്റ്സ് എന്നുള്ളത് അതൊന്ന് ഓഫാക്കി കളയുക, ഓഫ് ചെയ്യുക. എന്നാൽ ഇനി അവർക്ക് നമ്മൾ ഏത് സ്റ്റാറ്റസ് ആരുടേത് കണ്ടാലും നമുക്ക് ഏത് സ്റ്റാറ്റസ് ആരുടേത് നമ്മൾ കണ്ടാലും അവർക്ക് നമ്മൾ കണ്ടില്ല എന്നായിരിക്കും ഇതിൻ്റെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ. നെക്സ്റ്റ് ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരു ചിന്തകൻ്റെ ഒരു ഇങ്ങനെ കൊടുക്കാനുള്ളതാണ്. ആദ്യം തന്നെ എന്നിട്ട് ഇതിൽ തന്നെ നമുക്കൊരു
ടെക്സ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. എന്താണ് അവൻ ചിന്തിക്കുന്നത് എന്നൊക്കെ ഒരു ധാരണ ലഭിക്കാനാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കും നേരത്തെ ചെയ്തതുപോലെ ഫോണ്ടാക്കിയിട്ടോ എങ്ങനെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാവുന്നതാണ്. അത് സെൻഡ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ട്രിക്ക് എന്തെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. അതിനെ ഞാൻ ഇവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. 30ഓളം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ വീഡിയോ എങ്ങനെ നടുവിൽ വെച്ച് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാവുന്നതാണ്. നേരത്തെ വീഡിയോ ആകുമ്പോൾ നമുക്ക് MS പ്ലെയറിൻ്റെ അതിൽ സെൻറ്റർ നെക്കിയിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് അങ്ങനെ ഫോട്ടോസൊന്നും എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിന് പറ്റിയൊരു ഐഡിയയാണ്. ഒന്നെങ്കിൽ സൂം ഇൻ ചെയ്യുക ഉണ്ടോ, അപ്പോൾ നമുക്ക് അവിടെ ഫോട്ടോസും എല്ലാം എടുക്കുന്നതാണ്. അല്ലെങ്കിൽ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം സൂം ഔട്ട് ചെയ്യുക. എങ്ങനെ ആയാലും നമുക്ക് ഫോട്ടോ എടുക്കാവുന്നതാണ്. ഇനി വേറെ ട്രിക്ക് നോക്കാം. ഇനി നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് എങ്ങനെ സേവ് ചെയ്യാമെന്നത് നോക്കാം. അതിനായി ആദ്യം തന്നെ MS പ്ലെയർ ഓപ്പൺ ചെയ്യുക. MS പ്ലെയർ ഇല്ലാത്തവരായിട്ട് ആദ്യമില്ല എന്ന് തന്നെ കരുതാം. MS പ്ലെയർ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ MS പ്ലെയർ ആദ്യം ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനായി ആദ്യം തന്നെ ഈ സൈഡിൽ നിന്ന് വലത്തോട്ട് വലിക്കുക. എന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ കാണാം ഫസ്റ്റ് തന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് ഏതാണ് സെലക്ട് ചെയ്യുക. അതിൽ കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ജീപ്പിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. സേവ് ചെയ്യാവുന്നത് നോക്കണ്ടേ. ഇവിടെ കാണാം ഒരു ഡൗൺലോഡ് അപ്ലോഡ് എന്നുള്ളൊരു മാർക്ക്. അതൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ടിക്ക് മാർക്ക് കാണും. അതായത് ഇവിടെ സേവ്ഡ് ആയിട്ടുണ്ടെന്നാണ്. നെക്സ്റ്റ് ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ആരൊക്കെ കാണണം ആരൊക്കെ കാണണ്ടെന്നാണ്. ഇത് പലർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോയുടെ ട്രിക്സ്. അതിനായി ആദ്യം തന്നെ ഈ സ്റ്റാറ്റസിൽ നിന്നും 3 ഡോട്ട്സ് എടുക്കുക. സ്റ്റാറ്റസ് പ്രൈവസി എന്നുണ്ടാവും, അത് സെലക്ട് ചെയ്യുക. മൈ കോണ്ടാക്ട്സ് എക്സ്പ്രൈറ്റ്, അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ സെലക്ട് ചെയ്താൽ മതി. ആവശ്യമുള്ളവരെ മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം ഈ ടിക്ക് മാർക്ക് കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവരും വേണമെങ്കിൽ ഇങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മേലെ കാണാം ടിക്ക് മാർക്ക്, അതൊന്ന് സെലക്ട് ചെയ്താൽ എല്ലാം സെലക്ട് ആവുന്നതാണ്. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് ഡൺ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കുറച്ച് ലെങ്തിയായ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സ്റ്റാറ്റസിൻ്റെ എല്ലാ ട്രിക്സുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ്ഫുള്ളായെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതിന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊരു വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിനെ കുറിച്ചാണ്. സ്റ്റാറ്റസിന് മുഴുവൻ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഒരു വാട്സപ്പിലുള്ള ട്രിക്സും ടിപ്സൊക്കെ ആയിട്ട് ഒരു പുതിയ വീഡിയോ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അതായത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ കുറേ തെറ്റുകളുണ്ട്. അതായത് ട്രിക്ക് 1 ട്രിക്ക് 2 എന്നൊക്കെ ചില ടിപ്സിന് എഴുതാത്തതുണ്ട്. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വാട്സപ്പ് സ്റ്റാറ്റസിലെ എല്ലാ ട്രിക്കും അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും